സംസാരിക്കുമ്പോൾ ലോകം മാറുന്നു എന്ന് പറയുന്നത് പോലെ രണ്ട് പേർ വായനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വായനയുടെ അവർ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് തമ്മിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു വെളിച്ചം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്തരം ഒരു വെളിച്ചമാണ്, വായനയുടെ ഒരു വെളിച്ചമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഒരാൾ വായിക്കുന്നത് മറ്റൊരാൾക്ക് പങ്കുവെക്കുന്നു, അവർ വായിച്ചത് മറ്റൊരാളുമായി പറയുന്നു. അങ്ങനെ പലതരം വായനകളിലൂടെ ഈ ലോകത്തെ പുനർനിർമ്മിച്ചു കൊണ്ടിരിക്കുകയും പുതിയ പുതിയ ബോധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത്, ഇന്നത്തെ ഒരു കാലത്ത് വായന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കുട്ടികളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു കാലം വിദൂരമല്ല. അത്തരമൊരു കാലത്ത് വളരെ ജാഗ്രതായ ഒരു വായന വളരെ ആവശ്യമായ ഒരു സംഗതിയാണ്. വായന നമ്മെ വിശുദ്ധമാക്കുന്നു. അത് സ്നേഹത്തിൻ്റെ ഒരു പര്യായമാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. പുസ്തകങ്ങൾക്ക് ജീവനുണ്ട്. ഒരു ലൈബ്രറി എന്ന് പറയുന്നത് അത് മനുഷ്യർ ഉപയോഗിക്കാത്തിടത്തോളം കാലം അത് മോർച്ചറിയായി തീരും. അവിടെ ജഡമാണുള്ളത്. ഇതിന് ജീവൻ വെക്കണമെങ്കിൽ നമ്മൾ ഒരു പുസ്തകം തൊടണം. നമ്മൾ ഹൃദയം കൊണ്ട് അത് പകുത്തെടുക്കണം. അതിലെ അർത്ഥങ്ങളെക്കുറിച്ച്, അതിലെ എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. അറിവിൻ്റെ കിരണങ്ങൾ കൊണ്ടുവരുന്നത് പോലെ തന്നെ നമ്മൾ പാഠപുസ്തകങ്ങൾ വായിക്കുന്നു. 3 ഘട്ടം വായനകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ പാഠപുസ്തകങ്ങൾ വായിക്കുന്നു. എനിക്കൊക്കെ റാങ്ക് കിട്ടിയതും BSc MSc ഒക്കെ റാങ്ക് കിട്ടിയതും ഒരു ഉദ്യോഗം കിട്ടിയതും അങ്ങനെ ജീവിതത്തിനൊരു അടിസ്ഥാനപരമായ ഒരു ഉയർച്ച ഉണ്ടായതുമൊക്കെ പാഠപുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പൊ പാഠപുസ്തകങ്ങൾ ഒന്നാമത്തെ വായന. അവിടെ നിന്ന് സാമാന്യമായ ചില ശരികൾ നമ്മൾ അറിയുന്നു. നേരെ മറിച്ച് അത് രണ്ടാമത്തെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങൾ വായിക്കുന്നു. അങ്ങനെ വായിക്കുമ്പോൾ നാട്ടുവാർത്തകൾ അറിയുന്നു, ദേശീയ വാർത്തകൾ അറിയുന്നു, ലോക വാർത്തകൾ അറിയുന്നു. അങ്ങനെ നമുക്ക് ചുറ്റും നാം മാത്രമല്ല ഉള്ളത് എന്നും നമുക്ക് ചുറ്റും മറ്റു ലോകമുണ്ട് എന്നും ഉള്ള ഒരു വിവേകത്തിലേക്ക് ഒരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവുന്നു. അങ്ങനെ 2 തരം വായന കഴിഞ്ഞു. 3ാമത്തെ തരത്തിലുള്ള വായനയാണ് ഈ സാഹിത്യ വായന എന്ന് പറയുന്നത്. അത് വളരെ സഹിതമായിട്ടുള്ളതാണ്, നമ്മളെ അടുത്ത് നിർത്തുന്നതാണ്, ചേർത്ത് പിടിക്കുന്നതാണ്. ഒരു പുസ്തകം ഒരു വെളിച്ചമാണ്. ആ പുസ്തകം അവിടെ അടഞ്ഞിരിക്കുന്നിടത്തോളം കാലം അതിൽ ഒന്നും നമുക്ക് കിട്ടുകയില്ല. പല ലൈബ്രറികളിലും ഞാൻ കാണുന്നത് പഴയ പുസ്തകങ്ങൾ കുന്നുകൂട്ടി വെക്കും. ആളുകളോടെല്ലാം വാങ്ങും. വേണ്ടാത്ത പുസ്തകങ്ങളെല്ലാം ആളുകൾ കൊടുക്കും. അവസാനം ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി, എണ്ണം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നിരന്ന് നിൽക്കും. അവിടെ കാരൂരുണ്ടാവില്ല, ബഷീർ ഉണ്ടാവില്ല, പൊൻകുന്നം വർക്കി ഉണ്ടാവില്ല, SK പൊറ്റക്കാട് ഉണ്ടാവില്ല. മറിച്ച് ആർക്കും വേണ്ടാത്ത കുറേ പുസ്തകങ്ങൾ അങ്ങനെ നിരത്തി വെക്കും. ഗ്രാൻഡ് കിട്ടും. പക്ഷേ അതിലൂടെ ബാലാമൂട്ട കയറും. അവസാനം ഒരു ഭാഗത്ത് നോക്കിയാൽ അപ്പുറത്ത് നാരായണി പുല്ലരി എന്ന് കാണുന്നത് ഇന്നസെന്റ് പറഞ്ഞതുപോലെ ഒരു വലിയൊരു തോട്ട കാണും. ഇത് ആർക്കും വായിക്കാൻ പറ്റാത്ത തരത്തിൽ ചിതൽപ്പുറ്റുകൾ ഉണ്ടാവും. പക്ഷേ അത്തരം ലൈബ്രറിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് ബേസിക്കായിട്ട് നമ്മളെ നാമാക്കി തീർത്ത ചില പുസ്തകങ്ങളുണ്ട്. അത് മതഗ്രന്ഥങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ഖുർആനൊക്കെ നമ്മൾ അനുശാസിക്കുന്നത് വായിക്കാനാണ്. വായിച്ചു വളരാൻ തന്നെ ആദ്യം തന്നെ പറയുന്നുണ്ട് അതിൽ. അപ്പൊ അങ്ങനെ ഉള്ള അതായിക്കൊള്ളട്ടെ, ഈ ശാസ്ത്രഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, പാഠപുസ്തകങ്ങളായിക്കൊള്ളട്ടെ, അതൊക്കെ മാസ്റ്റേഴ്സിന്റെ ആദ്യം വെക്കുക. ഒരുപാട് മാസ്റ്റേഴ്സായ എഴുത്തുകാരുണ്ട്. ഇപ്പൊ കവികളാണെങ്കിൽ എഴുത്തച്ഛൻ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ, G ശങ്കരക്കുറുപ്പ്, അതുപോലെ ബാലാമണിയമ്മ, P കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി, ഇങ്ങനെ പോയി ബാലേന്ദ്രൻ ചുള്ളിക്കാട് വരെ എത്തി. അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ P രാമേന്ദ്രനും റഫീഖ് അഹമ്മദ്, ഞങ്ങളുടെയൊക്കെ തലമുറയിലുള്ള ആളുകൾ എത്തുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ എല്ലാം കവിതകൾ നമ്മൾ ലൈബ്രറിയിൽ അടുക്കി വെക്കുന്നു കാലക്രമത്തിൽ, പ്രധാനപ്പെട്ടവ മാത്രം. അതിനുശേഷം ബഷീറും തകഴിയും പൊൻകുന്നം വർക്കിയും സക്കറിയയും സേതുവും അങ്ങനെയുള്ള കുറേ നല്ല കഥാകൃത്തുക്കളുടെ പുസ്തകങ്ങൾ അവ ആദ്യം അവിടെ ഉണ്ടാവട്ടെ. അതിനുശേഷം പുതിയ എഴുത്തുകാരുടെ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു നോവലാണ്, നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു നോവൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അത് മടിക്കൈ എന്ന് പറയുന്ന കണ്ണിച്ചിറ പാലത്തിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുകയാണ് PV ഷാജികുമാറിന്റെ ഒരു നോവൽ ഒരാഴ്ച കൊണ്ട് അത്
എത്രയോ കോപ്പികൾ, 1000 കോപ്പി കടന്നു, 2000 കോപ്പി കടന്നു, അങ്ങനെ 2ാം പതിപ്പിലേക്ക് ഒരാഴ്ച കൊണ്ടെത്തിയിരിക്കുകയാണ്. ഇത് നമ്മുടെ മലയാളത്തിന്റെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ കാശിച്ചത് ഈ ഭൂമിക്ക് മുഴുവൻ വേണ്ടിയായിരുന്നോ എന്ന് അറിഞ്ഞിരുന്നോ പിഴുതു കളയുമ്പോൾ? അപ്പോൾ ഒരു തൊട്ടാവാടിയെ പിഴുതു കളയുമ്പോൾ അത് കൈകൂപ്പുകയാണ്. അതിനുവേണ്ടി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ആ കൈകൂപ്പൽ. അതായത് ഒരു പച്ചില അതിൻ്റെ വേരറുക്കുമ്പോൾ അവിടെ വേരറ്റുപോകുന്നത് സമസ്ത ജീവജാലങ്ങളുടെയും അസ്തിത്വമാണ് എന്നുള്ള ഒരു ബോധം നമുക്കത് വായിക്കുമ്പോൾ കിട്ടുന്നു. കുഞ്ഞിരാമൻ നായർ പണ്ടേ പറഞ്ഞിട്ടുണ്ടത്. പി കുഞ്ഞിരാമൻ നായരുടെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, അജാനൂർ ഗ്രാമത്തിൽ നിന്ന്. അപ്പൊ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു കവിത ഇങ്ങനെയാണ്. അത് മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം. മർത്യനും മൃഗവും ഈ വൃക്ഷവും നക്ഷത്രവും പട്ടുനൂലൊന്നിൽ കോർക്കപ്പെട്ടുള്ള മണികളാം. ക്ഷിപ്രമീ ചരാചരം ഒന്നായി തളർന്നു പോവും ഈ പ്രപഞ്ചത്തിൻ ചോരഞരമ്പൊന്നറുക്കുകിൽ എന്ന്. അപ്പൊ നമ്മൾ ഈ മനുഷ്യനെയും സർവചരാചരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു അജ്ഞാതമായ ഒരു നൂലുണ്ട്. നമ്മളതിനെ സ്നേഹം എന്ന് പറയാം. അപ്പോൾ ഞാൻ മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് കെട്ടിപ്പൊക്കുന്ന ഈ ഓരോ ഗോപുരങ്ങളും തകർന്നു പോകും. നമ്മൾക്ക് തമ്മിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഇവിടെ സമസ്ത ജീവജാലങ്ങളിലും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് അറിയണം. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു വാസ്തവത്തെക്കുറിച്ച് അറിയണം. ഇവിടെ ഓരോ മനുഷ്യനും അയാളുടേതായ അസ്തിത്വമുണ്ട്. ഇവിടെ ഒരു പുൽക്കൊടിക്ക് പോലും ഈ ഇലകളില്ലെങ്കിൽ നമ്മളില്ല. കെ ജയശീലൻ മാഷിന്റെ ഒരു കവിതയുണ്ട്, ഇലകളെ ശലഭങ്ങൾ എന്നാണ് കവിതയുടെ പേര്. ഇലകളെ ശലഭങ്ങൾ. കവിത ഇങ്ങനെയാണ്: ഇലകളെ ശലഭങ്ങൾ വെറുതെ വിട്ടു, ഇലകൾ ഉണ്ടെന്ന് തന്നെ അറിഞ്ഞില്ല. മരിച്ച് ദൈവം തമ്പുരാന്റെ അടുത്തെത്തിയപ്പോൾ ഇലകളുടെ പേര് ചോദിച്ചു, നിറങ്ങൾ പറയാൻ പറഞ്ഞു. വളരെ കുറച്ചു പേരെ രക്ഷപ്പെട്ടുള്ളൂ. കണ്ണുകൾ ചുരുക്കിയും പരത്തിയും കാണണം, ചുരുക്കി ലക്ഷ്യവും പരത്തി പശ്ചാത്തലവും. ഈ കവിത വളരെ നല്ലൊരു കവിതയാണ്. പാരിസ്ഥിതിക അവബോധത്തിന്റെ മാത്രമല്ല, സാമൂഹ്യ അവബോധത്തിന്റെയും കവിതയാണ്. നമ്മളൊക്കെ ശലഭങ്ങളാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഇലകളെയല്ല, പൂക്കളെയാണ്. പൂക്കളെ മാത്രമല്ല, അതിലുള്ള തേനെയാണ്. തേൻ കുടിക്കാൻ പോകുന്ന ഈ ശലഭങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഇലകളെക്കുറിച്ച്. അവിടെ വെച്ച് ചോദിക്കുന്നു ഇലകൾ എന്ത് എന്ന്. ഇലകളുടെ നിറം പറയാൻ പറയുന്നു, പറ്റുന്നില്ല. അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു വിവേകം ഉണ്ടാകുന്നില്ല. നമുക്ക് ഒരു വിവേകമുണ്ടെങ്കിൽ നമ്മൾ പൂക്കളെ മാത്രം ലക്ഷ്യം വെക്കില്ല, അതിനു ചുറ്റുമുള്ള പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ഇല വേണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തണം. അപ്പൊ നമുക്കൊരു സമൂഹമുണ്ട്, ഈ സമൂഹം ചുറ്റുപാടുമാണ്. നമുക്ക് ചുറ്റും അവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ സമസ്ത ജീവജാലങ്ങൾ ഒന്നിച്ച് ജീവിച്ച ഒരു സാമൂഹ്യ പരിതസ്ഥിതിയുണ്ട്. ആ പരിതസ്ഥിതിയെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുകയാണ് വായന എന്ന് പറയുന്ന ഒരു സംഗതി. അങ്ങനെ ദേശീയത എന്നത് ഒരു ഏകശിലമായ ഒരു കാര്യമല്ല, ഒരു ഏകശിലാശില്പമല്ല ദേശീയത. ദേശീയത എന്ന് പറയുന്നത് പലമയുടെ പുണരലാണ്. എല്ലാം കൂടിച്ചേർന്നതാണ് ദേശീയത എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അന്യനെ വേദനിപ്പിക്കാനോ അന്യന് ദോഷമുണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനോ മനുഷ്യന് സാധിക്കുകയില്ല. അത് ശ്രീനാരായണ ഗുരുവൊക്കെ ഈ കേരളത്തിൽ മാത്രം ഇപ്പോൾ അത് ചെറുത്തുനിൽപ്പായി നിൽക്കുന്നുണ്ട്. അതിനൊറ്റ കാരണം ഇതേയുണ്ട്, നമ്മൾ നവോത്ഥാനത്തിലൂടെ വന്നവരാണ്. അവിടെ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള വലിയ കവികൾ ഉണ്ടായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ കവിതകൾ ആത്മോപദേശ ശതകമായാലും ദൈവദശകമായാലും അല്ലെങ്കിൽ ചിജ്ജട ചിന്തനമായാലും ഒക്കെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു നമ്മൾ കാണാത്ത സാമാന്യ ശരികൾക്ക് അപ്പുറത്തുള്ള ഒരു ലോകത്തേക്ക് വിശാലമായ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം. ഞാനും നിങ്ങളുമൊക്കെ ആദിമമായ ഒരു ആത്മരൂപത്തിന്റെ പ്രതീകങ്ങളാണ്. ഈ ഒരു ബോധമുണ്ടാക്കാൻ ശ്രീനാരായണ ഗുരുവിന് പണ്ടേ സാധിച്ചു. അതുകൊണ്ടാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞത്. എല്ലാ ആളുകളും സോദരന്മാരാണ്. ഇങ്ങനെ അടുത്തു ചേർന്ന് പുണരാൻ വേണ്ടി നമുക്കൊരു ഇടം തന്ന, കേരളത്തിൽ ഇടം തന്ന ഒരു നവോത്ഥാനത്തിന്റെ ശില്പിയാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുമ്പോഴാണ് നമുക്കിത് കിട്ടുക. ചിജ്ജട ചിന്തനമെല്ലാം ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഒരു ലോകം മാത്രമല്ല അദ്ദേഹത്തിന് പറയാനുള്ളൂ. ഇപ്പോ കുമാരനാശാന്റെ പ്രരോദനം എന്ന് പറയുന്ന കവിത, ആശാന് ഇങ്ങനെയുള്ള ആശാന്റെ പ്രരോദനത്തിന്റെ അവസാനത്തെ വരി ഇങ്ങനെയാണ്: ആകാശങ്ങളെ അണ്ഡരാശികളോടും ഭക്ഷിക്കും ആകാശമായി
ഈ കാണുന്ന സഹസ്രരശ്മിയെ ഇരുട്ടാക്കും പ്രഭാസാരമായി ശോകാശങ്കയഴാത്ത ശുദ്ധ സുഖവും ദുഃഖീകരിക്കുന്നതാം ഏകാന്ത അദ്വയ ശാന്തിഭൂവിന് നമസ്കാരം നമസ്കാരമേ. അത്രയും വിശാലമാണ് ചിന്ത. നമ്മൾ കാണുന്ന ആകാശത്തിനും അപ്പുറത്തൊരാകാശമുണ്ട്. ഈ ആകാശങ്ങളെ അണ്ടരാശികളോടും ഭക്ഷിക്കും ആകാശം. ഈ കാണുന്ന സഹസ്രരശ്മിയെ, ഇവിടെ എത്ര രശ്മികളുണ്ട്? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അതിന്റെ പ്രകാശങ്ങളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പരമപ്രകാശമുണ്ട്. ആ പ്രകാശത്തെയൊക്കെ നമ്മൾ ധ്യാനിക്കുന്നില്ലേ? അത്തരം ഒരു പ്രകാശത്തിന്റെ ഊർജത്തിന്റെ പരമോന്നതമായ ഉറവിടത്തിലേക്ക് പോലും നമ്മുടെ ചിന്തയെ നയിക്കുന്ന ആ ഇത് ശോകാശങ്കയഴാത്ത ശുദ്ധസുഖവും ദുഃഖീകരിക്കുന്നതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സുഖങ്ങളായി ലൗകിക സുഖഭോഗങ്ങളൊക്കെ ദുഃഖം ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അതിനേക്കാളും വലിയ ഒരു സുഖം ലോകത്തിലുണ്ട് എന്ന തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാടിലേക്ക് ആശാൻ വന്നിട്ടുണ്ട് പ്രരോദനത്തിൽ. ഇത്തരമൊരു ഇതിലേക്ക് വരാൻ ചിജ്ജട ചിന്തനം പോലുള്ള ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്ക് സാധിച്ചിട്ടുണ്ടാവും. അതിങ്ങനെയാണ്: ഒരു കോടി ദിവാകരൊത്തുയരുംപടി, ദിവാകരൻ സൂര്യൻ, ഒരു ഭാഷ നിഷേധങ്ങൾ കാണാതെ പോകരുത്. അത് കാണാതെ പോകണമെങ്കിൽ നമ്മൾ വായിക്കണം. വായിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ജാഗ്രതാവുന്നത്. ഇപ്പോഴത്തെ വായനയിൽ വരുമ്പോൾ ഏതൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയുണ്ട്. എന്തൊക്കെ തിരഞ്ഞാടുകളെ കൂടുതൽ കൂടുതൽ വിശാലമായി മനസ്സിലാക്കാനുള്ള വെളിച്ചമാണ് വായന നമുക്ക് തരുന്നത്. അത്തരം ഒരു വായനയിലൂടെ സൂര്യനെ വായിച്ചു കവി. ഇപ്പോൾ ONV കുറുപ്പിന്റെ കവിത വായിക്കുന്ന നമുക്ക് സൂര്യഗീതം എന്ന് പറയുന്ന കവിത വായിക്കുമ്പോൾ സൂര്യനെ വായിക്കുന്നു. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഓരോന്നും നമുക്ക് പാഠങ്ങളാണ്. മധുസൂദനൻ നായരുടെ കവിതയിൽ പറയുന്നില്ലേ, എൻ മണമൊക്കെ ഉണ്ണിക്കെന്നു പൂവുകൾ, ഈ അമൃതെല്ലാം നിനക്കെന്ന് അരുവികൾ, നീ വിളക്കാവുകെന്ന് അർക്കചന്ദ്രാനലർ, താളമേ നീ എന്ന് താരാട്ടുകാറ്റുകൾ. ഇതൊക്കെ നമുക്ക് താളം തരുന്നുണ്ട്, ഇത് വെളിച്ചം തരുന്നുണ്ട്, നമുക്ക് കൂട്ടു തരുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയിലുള്ള ഓരോന്നും നമുക്ക് ഓരോ പാഠങ്ങളാണ്. സൂര്യനെ കുറിച്ച് ONV പാടിയത്, മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയ പാത്രത്തിൽ നിന്ന് ഉറന്നൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കുടിച്ച് ഇവിടെ ഈ ചെറിയ വട്ടത്തിൽ, ഈ കൊച്ചുഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം. ഈ ഭൂമിയിൽ ഇത്തിരി വട്ടമാണ്. ഈ ഇത്തിരി വട്ടത്തിലുള്ള ഭൂമിയിൽ ഇത്തിരി ചെറുതായ നമ്മൾ കുടിച്ചു വളരുന്നത് സൂര്യന്റെ ഈ പാലാണ്, ഈ വെളിച്ചം എന്ന് പറയുന്ന പാൽ. അത് കുടിച്ചു വളരണമെങ്കിൽ ഈ ഹരിത സസ്യങ്ങൾ നിലനിൽക്കണം. ഈ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന പലതും സാരമായി തീരുന്നത് അവിടെയാണ്. വെറുതെ അങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നു, ആനന്ദം ഉണ്ടാവുന്നു. അതേപോലെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ ഞാനിപ്പോൾ ചെയ്യുന്നത്, പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇവർക്കെല്ലാം അറിയാം, ഷെരീഫിനെല്ലാം അറിയാം. അതുപോലെ ഇവിടുന്ന് കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ കാഞ്ഞങ്ങാട് നിന്ന് കയറുന്നു, നീലേശ്വരം വരെ സീസണിൽ പോകുമ്പോൾ നീലേശ്വരം വരെ എത്തുമ്പോൾ ഒരു കഥ വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു കവിത വായിക്കുന്നു. അടുത്ത ചെറുവത്തൂർ എത്തുമ്പോൾ വേറൊരു കവിത തീരുന്നു. അങ്ങനെ ഒരു പുസ്തകം തീരും. നേരെ മറിച്ച് കുറേ സമയം DA കുറിച്ചും DA വർധനവിനെ കുറിച്ചെല്ലാം സംസാരിക്കുന്ന ആളുകളും ഉണ്ടാവും. അതല്ലെങ്കിൽ വർദ്ധിച്ചോ പോവുകയോ അല്ലെങ്കിൽ കിട്ടുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഇത് നമുക്ക് എവിടെയും കിട്ടൂല. അങ്ങനെ ഒരു യാത്രയിൽ ഒരു പുസ്തകം തീർക്കാൻ എനിക്ക് പറ്റിയിരുന്നു. ഇപ്പൊ ചെയ്യുന്നത് കുറേ പുസ്തകങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ അധികം വായിച്ചിട്ടൊന്നുമില്ല, മനോരമ മാത്രം വായിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫലിത ബിന്ദുക്കൾ വായിക്കും, അല്ലെങ്കിൽ ടോംസിന്റെ ബോവനുമോളി വായിക്കും, വിജയൻ രവിയുടെ നർമ്മഭാവന വായിക്കും. ഇങ്ങനെ മാത്രം വായിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നേരെ കാസർഗോഡ് കോളേജിൽ എത്തിക്കുമ്പോഴാണ് അവിടെ അവരുടെ തൊക്കളിൽ കാണുന്നത് ഈ മാതൃഭൂമി ആഴ്ചപ്പേപ്പ്, ഭാഷാപോഷിണി, ദേശാഭിമാനി, അങ്ങനെയുള്ള അന്നുള്ള കലാകൗമുദി പോലുള്ള അന്നത്തെ നല്ല പ്രസിദ്ധീകരണങ്ങൾ തൊക്കിളിർത്തി നടക്കുന്ന അംബികാസോം മാങ്ങാടിനെയും രത്നാരം മാങ്ങാടിനെയും ഭാരഭാസ്കരനെയും അതുപോലെ മറ്റ് പല ആളുകളെയും, വത്സരാജിനെയൊക്കെ മരിച്ച വത്സരാജിനെയും പോലെയുള്ള ആളുകളെയൊക്കെ കാണുന്നു. ഇവരുടെയൊക്കെ കൈകളിൽ ഒരുപാട് പുതിയ പുസ്തകങ്ങൾ, അന്നന്നത്തെ ആനുകാലികങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നന്നത്തെ കവിതകൾ കിട്ടി, അന്നന്ന് എഴുതുന്ന കവിതകൾ കിട്ടി. ഇപ്പോൾ പുതിയ ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പേപ്പിൽ അമ്മൂത്തി പേരൊരു കവിതയുണ്ട്, നളിനി എന്ന് പറഞ്ഞിട്ട്. ആ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടോ? എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. ഞാനത് വായിക്കുമ്പോൾ നളിനി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു എനിക്ക്. ആ നളിനി പിന്നെ ഈ എന്തെന്നതിനെ പറയാ, മഞ്ചാടി വെള്ളത്തിൽ കുതിർത്തിട്ട് തിന്നുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, നിന്റെ അമ്മയോട് അച്ഛനോട് പറഞ്ഞു കൊടുക്കും,
അപ്പോഴാണ് നളിനി പറയുന്നത്, പിന്നെ അതിൻ്റെ കണ്ടന്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. നളിനി പറയുന്നു, പറഞ്ഞു കൊടുക്കരാ, ഞാനിത് പണ്ടേ തിന്നലുണ്ട്, അവരറിഞ്ഞാലാന്ന് ഇത് വിഷാവല്, ഇത് വിഷാന്ന് പറഞ്ഞിട്ട് തിന്നലാന്ന് പറയുമ്പോൾ അല്ല, അവരറിഞ്ഞാലാണ് ഇത് വിഷാവുക. അത് ഭയങ്കര രസമാണ്. അത് സ്വാതന്ത്ര്യം, സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സംഭവമാണ്. ഞാൻ പണ്ടേ തിന്നാറുണ്ടായിരുന്നു, ഇത് അവരറിഞ്ഞാലാണ് ഇത് വിഷമാവുക. അങ്ങനെ അങ്ങനെ പണ്ട് കുമാരനാശാൻ്റെ കവിതയിൽ കുട്ടിയോട് അമ്മ പറഞ്ഞ ആ സംഗതി ആ അമ്മ പറഞ്ഞു കൊടുക്കും, ചിലപ്പോൾ പാടില്ല എന്ന് പറയും. അതെന്താണ്? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അപ്പൊ അമ്മ പറയുന്നു, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. പൂമ്പാറ്റാണെന്ന് നമുക്കറിയാം, കുട്ടിക്കും അറിയുമായിരിക്കും. പക്ഷെ കുട്ടിക്ക് വേറൊന്നും കൂടി അറിയാം. ഇതാ പൂക്കൾ പറന്നു പോകുന്നു. പൂമ്പാറ്റ പറക്കുമ്പോൾ കുട്ടി സങ്കല്പിക്കുന്നത് എന്താണ്? പൂക്കൾ പറന്നു പോകുന്നു. അതൊരു സ്വാതന്ത്ര്യത്തിന്റെ ചിന്തയാണ്. ഇത്തരം സ്വാതന്ത്ര്യത്തിന്റെ ചിന്തയിലേക്ക് ആ കവിത പെട്ടെന്ന് നയിക്കും. ഇത് തന്നെയാണ് വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടു വാനിൽ പറന്നു നടക്കട്ടെ എന്ന്. ഇത് വായനയുടെ വാതായനം. മറ്റൊരു സ്ഥലം ഇതാണ്. വായന നമുക്ക് പലതരത്തിലാവാം. വായന എന്നാൽ വായാൽ മാത്രം വായനയല്ലെന്നറിയണം. വായന മനസ്സിന് അറകൾ തുറക്കും ജാലകമായി തീരണം. വരികളിലൂടെ അറിഞ്ഞാൽ പോരാ, വരികൾക്കിടയിലും അറിയണം. വരികൾക്കിടയിലെ ശൂന്യതയിൽ നാം വലിയ രഹസ്യം തേടേണം. ഇതാണ് നമുക്ക് വേണ്ടത്. രണ്ട് വരികൾക്കിടയിൽ ഒരു ശൂന്യതയുണ്ട്, അവിടെ നമ്മുടേതായ ചിന്ത വരണം. അങ്ങനെ പുതിയൊരു ലൈൻ കൂടി ലോകത്തിലേക്ക് നാം കൂട്ടിച്ചേർക്കാൻ ഈ വായന സാധിക്കുന്നു. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെളിച്ചത്തിലൂടെ നമ്മൾ പുതിയ ലോകത്തിൻ്റെ സ്രഷ്ടാക്കളായി സ്രഷ്ടാക്കളായി മാറുന്നു, സ്വയം മാറുന്നു. അപ്പോഴാണ് കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു കവിത വായിക്കുന്നു. ഇപ്പോൾ ബുദ്ധൻ എല്ലാവരും വായിച്ചിട്ടുണ്ട്, ബുദ്ധനെ അറിയാം. പക്ഷേ ബുദ്ധൻ ചോദിക്കുന്നു എന്ന് പറയുന്നൊരു കവിതയുണ്ട് കൽപ്പറ്റ മാഷിനെ. അതിങ്ങനെയാണ്: വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ, ബുദ്ധൻ ചോദിക്കുന്നു. അപ്പോൾ എന്താണ് ബുദ്ധൻ എന്നതിന് ഒറ്റ ഉത്തരമാണ് മുന്നിൽ കണ്ട ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനായിരിക്കാം. അദ്ദേഹം ഇതാ വാരിയെടുത്ത് അയാളെ രക്ഷിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ബുദ്ധത്വം എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്വം എന്ന് പറയുന്നത് ദൈവം നമുക്ക് കാണിച്ചു തന്ന കരുണയുടെ വഴിയാണ്. അത് മറ്റൊരു തരത്തിൽ പ്രകടമാക്കുമ്പോൾ ജീവിതം അത് പുണ്യ രൂപത്തിലേക്ക് മാറുന്നു. ഇങ്ങനെ ഒരുപാട് വെളിച്ചത്തിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തരുന്ന പുസ്തകങ്ങളുടെ ഒരു അറയാണ് ലൈബ്രറി. അത്തരം ലൈബ്രറിയെ മോർച്ചറിയ അല്ലാതെ പുതിയ വളരെ യുവത്വമുള്ള ഒരു ലൈബ്രറിയാക്കി മാറ്റാൻ കോലായിലെ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ വായനയുടെ മഹത്വം അറിയുന്നത് കൊണ്ടും ഇതുപോലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതും കൊണ്ട് മാത്രമാണ്. അത് ഇനിയും തുടരുമ്പോൾ ഇവിടെ ഈ കോലായി അന്ന് കണ്ട ഒരു 10 ആളിൽ നിന്ന് ഇപ്പോൾ 20 അല്ലെങ്കിൽ 30 ആളായി വികസിച്ചത് കുറച്ച് കഴിയുമ്പോൾ അത് 300 400 ആയി മാറും. അത് കാലം അടയാളപ്പെടുത്തുന്ന ഒരു അടയാളമായി മാറുമെന്നതിന് ഒരു സംശയവുമില്ല. അത്രയും ഹൃദയവിശാലതയും ഹൃദയത്തിൽ നന്മയും ഉള്ളവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കവിത അവതരിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. കവിതയുടെ പേര് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു, അത് മറന്നുപോയി. കവിതയുടെ പേര് അതുമാത്രമല്ല. ഇത് പുതിയ ഗ്രന്ഥാലോകം എന്ന് പറയുന്ന മാസികയിൽ ഉണ്ട്. പുതിയ ഗ്രന്ഥാലോകത്തിൻ്റെ പ്രത്യേകത അത് പ്ലാറ്റിനം ജൂബിലി പതിപ്പാണ്. അതെല്ലാ വായനശാലകളിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രന്ഥാലോകത്തിൻ്റെ പ്രത്യേകത, അതിൽ കുറേ കഥകളുണ്ട്, ഒരുപാട് കഥകൾ, നല്ല കഥകളുണ്ട്, നല്ല കവിതകളുണ്ട്. എൻ പ്രഭാകരൻ മാഷ് ഒരു കഥയുണ്ട്, എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. അത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. എൻ പ്രഭാകരൻ മാഷിന്റെ ഒരു കഥ. മാഷൊക്കെ സുഖമില്ലാതെ കിടക്കുകയാണ്, ശ്വാസകോശത്തിന് സുഖമില്ലാതെ. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു കുറേ കാലം. ഈ കഥ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ ICUവിൽ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ICUവിലേക്ക് കടത്തുന്നതും ICUവിൽ നടക്കുന്നതും ICUവിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും റൂമിലെത്തിക്കുന്നതും റൂമിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പും ഒക്കെ കൃത്യമായി അടയാളപ്പെടുത്തി. ഈ രോഗി എങ്ങനെയാണ് ഇതൊക്കെ പിക്ചറൈസ് ചെയ്തത് എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അത്രയും നല്ലൊരു കഥ. നമ്മൾ വായനാനുഭവം എന്ന് പറയുന്നത് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. പ്രഭാകരൻ മാഷ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഇതാ നിന്റെ കാലം എന്ന് ചൂട്ടുപിടിക്കുന്ന ആളാണ് പ്രഭാകരൻ മാഷ്. പുതിയ കഥ, ഇതാ ഇന്നത്തെ കഥ എന്ന് പറയുന്ന മാഷാണ്. അതാ ഗ്രന്ഥാലോകം. ആ ഗ്രന്ഥാലോകം അബ്ബാസിന്റെ കയ്യിലുണ്ട്. അബ്ബാസിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ ഗ്രന്ഥാലോകത്തിൽ ആ കവിതയുമുണ്ട്. കവിതയുടെ പേര് അതുമാത്രമല്ല.
പുഴയെന്നാൽ മീനുമാണ്, പുഴയെന്നാൽ മീനുമാണ്, അരികിലെ കല്ലുമാണ്, കല്ലിനുള്ളിൽ ഊളിയിടും പൊള്ളയുമാണ്. പുഴയെന്നാൽ മരമാണ്, മരത്തിലെ തണലാണ്, ഇളവയിൽ നോട്ടമിടും ഓളവുമാണ്. പുഴയെന്നാൽ പരൽമീനും ചുഴികളും ചരൽക്കല്ലും വഴുക്കുന്ന പായലിൻ്റെ ചിറകുമാണ്. മന്ദമന്ദം ഇളകുന്നോരലകളിൽ തൊട്ടു സ്വപ്നം പങ്കുവയ്ക്കും ഇളം കാറ്റിൻ കുളിരുമാണ്. പുഴ വെറും പുഴയല്ല, പുഴ വെറും പുഴയല്ല, പുഴയെന്നാൽ മാമല തൻ മുടിയാണ്, ചിരിയാണ്, നിലാവുമാണ്. കളകളമിളകുന്ന പുളകവും പ്രകൃതി തൻ നടനവും കടലിലെ ലയവുമാണ്. പുഴയെന്നാൽ തോണിയാണ്, പുഴയെന്നാൽ തോണിയാണ്, അതിലേറി പല നാടിൻ പടലയിൽ പടർന്നതാം പലമയാണ്. ഒത്തുചേർന്നു നയിച്ചതാം വിപ്ലവത്തിൻ കരുത്തിൻ്റെ ചിത്രമാടും തോണിയേറ്റും വീര്യവുമാണ്. പുഴയെന്നാൽ വിതയാണ്, പുഴയെന്നാൽ വിതയാണ്, വിതയ്ക്കെല്ലാം നീരുമാണ്, തളിർപ്പാണ്, പടർപ്പാണ്, വിളയുമാണ്. പുഴയെന്നാൽ കരയുമാണ്, പുഴയെന്നാൽ കരയുമാണ്, അതിൽ നീളും ചതുപ്പുമാണ്, അതിൽ പൊങ്ങും മരവുമാണ്, അതുപാടും കിളിയും അതുപാടും അതിൽ പൊങ്ങും മരവുമാണ്, അതിൽ കൂടും കിളിയുമാണ്, അതു പാടും പാട്ടുമാണ്, പകിട്ടുമാണ്. പുഴയെന്നാൽ കരയുമാണ്, അതിൽ നീളും ചതുപ്പുമാണ്, അതിൽ പൊങ്ങും മരവുമാണ്, അതിൽ കൂടും കിളിയുമാണ്, അതു പാടും പാട്ടുമാണ്, പകിട്ടുമാണ്. പുഴയെന്നാൽ അഴുക്കിനെ അലക്കുന്നൊരൊഴുക്കാണ്, പുഴയെന്നാൽ അഴുക്കിനെ അലക്കുന്നൊരൊഴുക്കാണ്, കരിങ്കല്ലും ശില്പമാക്കും കലയുമാണ്, കരിങ്കല്ലും ശില്പമാക്കും കലയുമാണ്. പുഴ കണ്ണീരൊഴുക്കാണ്, പുഴ പെണ്ണിനുടലാണ്, പുഴ മണ്ണിനഴകാണ്, വസന്തമാണ്. പുഴ ഭ്രാന്തിൻ ചുഴിയാണ്, പ്രണയത്തിൻ ജനിയാണ്, കുടത്തിൽ വെണ്ണീരൊഴുക്കും മൃതിയുമാണ്. മഴക്കാലം മഴക്കാലം തകർത്താടും ഇലഞ്ഞിമേളവും, മഴക്കാലം തകർത്താടും ഇലഞ്ഞിമേളവും ഘോര നടനവും പ്രളയത്തിൻ കലിയുമാണ്. പുഴ വെറും പുഴയല്ല. നന്ദി. ഓരോ പുസ്തകവും ഇതുപോലെ അത് മാത്രമല്ല, ഓരോ മനുഷ്യനും അത് മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി.